ഇതാണ് ആ സുദിനം ഗൈസ്. വേറൊന്നും അല്ല കേട്ടോ, കുറേ നാൾക്ക് മുമ്പ് ഞാനൊരു സോപ്പ് ബേസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സോപ്പ് മോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് മാസങ്ങളായെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് ഒരു മൂഡ് വരുമ്പോഴാണല്ലോ നമ്മളെല്ലാ കാര്യവും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഒരു മടിച്ചായതുകൊണ്ട് നാളെ ആവട്ടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ ആദ്യം വിചാരിച്ച ആര്യവേപ്പ് വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കും എൻ്റെ ആ സ്മെല്ല് വരുന്ന സംഭവമൊന്നുമില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് എന്ത് വെച്ചുണ്ടാക്കാം, അമ്മയ്ക്ക് ആര്യവേപ്പ് വെച്ച് ഉണ്ടാക്കുന്നതായിരുന്നു ആഗ്രഹം. പിന്നെ ചമ്മ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ പപ്പായ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പായ ഒന്നും എൻ്റെ വലിപ്പം കണ്ടോ, എനിക്ക് പറഞ്ഞാൽ ഇച്ചിരി കഴിക്കാമെന്ന് വെച്ചിട്ട് അതുപോലെ നടന്നില്ലേ. പിന്നെ ഈ കാണുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാട്ടോ, അത് കഴിഞ്ഞ ദിവസം ഞാൻ ലിപ് ബാം ഉണ്ടാക്കിയായിരുന്നു. വീഡിയോ ഒന്നും എടുത്തില്ല, ചുമ്മാ ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കെടുത്ത് തൂക്കുകയൊക്കെ ചെയ്യും, കുഴപ്പമില്ല അത് വലിയ. അപ്പോൾ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യമേ ഇങ്ങനെ ക്യൂബായിട്ട് എടുത്ത് നമ്മുടെ ആ സോപ്പിൻ്റെ ബേസിൽ അത് ക്യൂബായിട്ട് എടുത്തിട്ട് ചെറിയ ചൂടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ മെൽറ്റ് ആകും. അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, പിന്നെ ഒരു വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുക. ഇത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ആ ഒരു കറക്റ്റ് അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വിറ്റാമിൻ ഇൻ്റെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ, വാങ്ങി വെച്ചൊന്നും കണ്ടില്ല. പിന്നെ ഒരെണ്ണം ഇവിടെ സെപ്പറേറ്റ് കിടന്നിരുന്ന് എടുത്തിട്ടതാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ കളർ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഓയിലല്ല, ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. പിന്നെ ഇത് പപ്പായൻ്റെ കറക്റ്റായിട്ടൊന്നും അതങ്ങനെ ആ ഒരു ജ്യൂസ് ആയില്ല കേട്ടോ, കണ്ട ചെറിയ കട്ടയുണ്ടായിരുന്നു. അത് ആ പപ്പായ അടിച്ചതിൻ്റെ കട്ടയാണ്, മറ്റതൊക്കെ അലിഞ്ഞായിരുന്നു കേട്ടോ. സോപ്പ് ബേസൊക്കെ ഫുൾ അലിഞ്ഞു. നേരെ തന്നെ ഞാൻ ഈ മുകളിലൊഴിച്ച് പിന്നെ എത്രയോ 2-3 മണിക്കൂറൊക്കെ വെച്ച് സെറ്റാവും എന്നാണ് ഞാനിങ്ങനെ കണ്ടിരുന്നത്. പക്ഷേ എനിക്കതിനുള്ള ഇതിലാണ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചെന്ന് കരുതി അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, എനിക്ക് മനസ്സിലായത് അലിഞ്ഞൊന്നും പോത്തൊന്നുമില്ല. ഇവർ രണ്ടുപേരെയും കാണിച്ച മണത്ത് നോക്കിയപ്പോൾ മണമൊന്നുമില്ല, അത് പ്ലെയിൻ അങ്ങനെ ആ മണം ഞാനൊന്നും ആഡ് ചെയ്തില്ലല്ലോ, സ്മെല്ല് വരാനൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ശംഖുവിനെ കണ്ടപ്പോൾ ശംഖു ചോദിക്കുക ഇത് കഴിക്കാൻ പറ്റുന്നതല്ലാണെന്ന് വെച്ചാൽ, കാരണം അത്ര രസമുണ്ട് കാണാനായിട്ട്. നല്ല ഇങ്ങനെ കയ്യിൽ ആ ഒരു എണ്ണമയം ഇങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവനെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ചിന്നുവിനെ സംശയം ചെയ്ത് പത വരുമെന്നായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ എടുത്തോ, ഞാനിത് കഴുകി കാണിച്ചിടാമെന്ന് പറഞ്ഞു. പത വരുന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ വെളുക്കത്തൊന്നുമില്ല, കയ്യിൽ കുഴപ്പമൊന്നും വരില്ല എന്ന് കാണിച്ചു കേട്ടോ ഈ കാണുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.